ഇപ്പം നാഗരാജാവ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താണ് ആ സങ്കല്പം? ഇപ്പോൾ അനന്തൻ, വാസുകി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ നാഗരാജാവ് എന്ന രീതിയിൽ നമ്മൾ ആരാധിക്കുന്ന ആ സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നാഗരാജാവ് സങ്കല്പം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞു, ഇന്ത്യയുടെ നിന്ന് വ്യത്യാസം, അതായത് പൊതുവെ ഒരു മുഖ്യധാരാ പദ്ധതിയിൽ നിന്ന് അല്ലെങ്കിൽ താന്ത്രിക അല്ലെങ്കിൽ പുരാണോക്തമായിട്ടുള്ള പദ്ധതിയിൽ നിന്ന് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കേരളത്തിൽ ആരാധിക്കപ്പെടുന്ന നാഗരാജാവ് എന്ന് പറഞ്ഞാൽ അത് അനന്തനും വാസുകിയും അല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മളിതിനെപ്പറ്റി പഠിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാവുന്നത്. കാര്യം പൊതുവേ പണ്ഡിതന്മാരൊക്കെ കൂടുന്ന സ്ഥലത്തുണ്ടാകുന്നൊരു ചർച്ചാ വിഷയമാണ്. ഞാൻ ഒത്തിരി സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, നാഗരാജാവ് അനന്തനാണോ അല്ലെങ്കിൽ വാസുകിയാണോ എന്ന് ഇവിടെ ചർച്ച വയ്ക്കുന്നത്. അപ്പോൾ പൊതുവേ ഈ ചർച്ച എവിടെ എത്താറില്ല. കാര്യം ഇത് അനന്തനു വാസുകി അല്ല എന്നുള്ളതാണ് സത്യം. കാര്യം കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു ആരാധനാ പദ്ധതിയാണ് നാഗരാജാവ് എന്ന് പറഞ്ഞാൽ. പൊതുവേ ഇപ്പം നമ്മുടെ ഭാഗത്ത് ഇപ്പം ഈ കേരളത്തിലെ ഒരു തനതായിട്ടുള്ള ഒരു ആരാധനാ പദ്ധതി, ഈ സർപ്പത്തെ ഈശ്വരനായിട്ട് കണ്ട് ഉപാസിക്കുന്ന ഒരു ആരാധനാ പദ്ധതി കേരളത്തിൽ നിലനിന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ശൈവ മാർഗം എന്ന് പറഞ്ഞാൽ ശിവനെ പരമമായിട്ട് കാണുന്നൊരു പദ്ധതിയാണ്. ശാക്തതന്ത്രങ്ങൾ പ്രകാരം ഭഗവതിയാണ് ഏറ്റവും പരമമായിരിക്കുന്ന തത്വം. അതുപോലെ സൗരം, ഗാണപത്യം, കൗമാരം, വൈഷ്ണവ ഇങ്ങനെയുള്ള പദ്ധതികളുണ്ട്. എന്ന് പറയുന്നത് പോലെ ഒരുപക്ഷെ അത്രത്തോളം സംസ്കരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു നാഗാരാധന പദ്ധതി തദ്ദേശീയമായിട്ട് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന ദേവതയാണ് നാഗരാജാവ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ നാഗരാജാവിനെയൊക്കെ പറ്റിയിട്ട് കേരളത്തിൽ നിലനിൽക്കുന്ന ഐതിഹ്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പുരാണവുമായിട്ടൊരു ബന്ധം ഇതിന് കാണുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ ഈ നാഗാരാധനയൊക്കെ ചെയ്യുന്ന സമൂഹങ്ങളിൽ കേട്ടിരിക്കുന്നൊരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ നാഗരാജാവ് നാഗേശ്വരി ഇണചേർന്ന് അവർക്കുണ്ടായിരുന്ന ആ മുട്ട പൊട്ടിയിട്ടാണ് മേലുലോകവും കീഴുലോകവും ഉണ്ടായത്. അവിടെ നിന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത കാര്യങ്ങളും ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള സമസ്ത കാര്യങ്ങളും ഉത്ഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ ദേവതമാരടക്കം നാഗേക്ഷിയിൽ നിന്ന് ഉത്ഭവിച്ചു എന്നുള്ളൊരു സങ്കല്പമാണ് ആ പരമ്പരാഗതമായിട്ടുള്ള ഒരു വിശ്വാസം. ഇത് നമുക്ക് പുരാണത്തിലൊന്നും കാണാൻ പറ്റുന്നതല്ല, പക്ഷേ വളരെ നമുക്ക് നമ്മുടെ കാരണവന്മാരായിട്ടുമൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഭാഗത്തൊക്കെ ഈ സർപ്പം തുള്ളൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് മുൻകാലത്തൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഭഗവതിമാർ അതുപോലെ ഗുരു കാരണവന്മാരൊക്കെ തുള്ളി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പോയിട്ട് നാഗരാജാവ് നാഗേക്ഷിരിക്കുന്ന സർപ്പക്കാവിൽ പോയി നമസ്കരിക്കുക. അപ്പോൾ ഇത് പുറത്തുനിന്ന് കാണുന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു തവണ ഈ തുള്ളൽ കാണാൻ മനസ്സിലാകാൻ ചോദിച്ചു, ഇത് ഭഗവതി ഭദ്രകാളി ഭുവനേശ്വരിയൊക്കെ തുള്ളിയിട്ട് എന്താണ് സർപ്പക്കാവിൽ പോയി നമസ്കരിക്കുന്നത്? അതുപോലെ ഭഗവതിമാർ ഈ നാഗരാജാവിനെ നല്ലച്ഛൻ എന്ന് വിളിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. നല്ലച്ഛ, ഈ നല്ലച്ഛൻ എന്ന് പറഞ്ഞാൽ ആ കാരണമായിരിക്കുന്ന പിതാവാണ്, ആദി പിതൃ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനാണ് ഏറ്റവും ശ്രേഷ്ഠനായ പിതാവ് എന്നുള്ള അർത്ഥത്തിലൊക്കെ വിളിക്കുന്നതാണ്. അപ്പോൾ ഭഗവതിമാർ നാഗരാജാവിനെ നല്ലച്ഛ എന്ന് വിളിച്ചാൽ അതിനർത്ഥം നാഗരാജാവ് എന്ന് പറഞ്ഞാൽ ഈ ഭഗവതിക്കും അച്ഛനായിരിക്കുന്ന സങ്കല്പമാണ്. അത് എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. ഈ ഒരു ആരാധനാ പദ്ധതി നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് അങ്ങനെയുള്ളത്. അപ്പം അത്തരത്തിൽ ഇപ്പോൾ വൈക്കത്തിനടുത്തൊരു നല്ലച്ഛൻ കാവുണ്ട്. ഈ നല്ലച്ഛൻ അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നാഗരാജാവാണ്, പക്ഷേ നല്ലച്ഛൻ എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഭൂതത്തിൻ്റെ പുറത്ത് സർപ്പഭൂഷിതനായിട്ടിരിക്കുന്ന നാഗരാജാവാണ് അവിടുത്തെ പ്രതിഷ്ഠ. അവിടുത്തെ ആരാധനാ രീതികളും സർപ്പസമ്പ്രദായത്തിലുള്ളതാണ്. പക്ഷേ ആ ദേവതയെ അവർ വിളിക്കുന്നത് നല്ലച്ഛൻ എന്നാണ്. അതിന് തന്നെ കുറച്ച് മാറിയിട്ട് ഒരു ഭൂതകാല നാഗേക്ഷി ക്ഷേത്രമുണ്ട്. അവിടുത്തെ പ്രധാന ദേവത പ്രസിദ്ധിയായിരിക്കും നല്ലമ്മ എന്നുള്ള പേർക്കാണ്. അപ്പം ഇത്തരത്തിൽ ഈ അനന്തൻ വാസുകിയാണ് ഈ നാഗരാജാവ് എന്ന് പറയുന്ന സമയത്ത് ഇത് നമുക്ക് യോജിക്കാതെ വരും. കാര്യം പൊതുവെ അഷ്ടനാഗങ്ങളെ ദേവതമാരുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തി പറയാറുണ്ട്. ഇപ്പോൾ ഭഗവതിയുടെ ആഭരണമായിട്ടും ഒക്കെ അഷ്ടനാഗങ്ങൾ പറയുമ്പോൾ ആഭരണമായിരിക്കുന്ന ഒരാളെ ഭഗവതി വന്നിട്ട് നല്ലച്ചാന്ന് വിളിക്കുന്നൊരു സമ്പ്രദായം ഇല്ല. നാഗരാജാവിൻ്റെ പരിവാരങ്ങളായിട്ട് ഈ ഭദ്രകാളി, ഖണ്ഡാകർണം മുതലായിട്ടുള്ള ദേവതമാരെ ആരാധിക്കുന്ന സമ്പ്രദായം എന്ന് പറയുമ്പോൾ അത് വളരെ വൈരുദ്ധ്യാത്മകമെന്ന് നമുക്ക് തോന്നാവുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ട് സ്ഥലത്ത് അല്ലെങ്കിൽ രണ്ട് കാലഘട്ടത്തിൽ രണ്ട് ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് വളർന്നു വന്നിട്ടുള്ള പദ്ധതികളാണ്. പിന്നെ ഇത് കൂട്ടിച്ചേർത്തപ്പോൾ ഉണ്ടായ ചില കാര്യങ്ങളാണ്. ഇപ്പോൾ നമുക്കറിയാം, പല സർപ്പക്കാവുകളിലും ഇപ്പോൾ പ്രധാന പ്രതിഷ്ഠയൊക്കെ മുൻകാലത്ത് അവിടെ സർപ്പമായിരിക്കും, നാഗരാജാവോ നാഗേക്ഷോ അല്ലെങ്കിൽ ഒരു പ്രത്യേക നാഗദേവതയായിരിക്കും അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. അത് പിൽക്കാലത്ത് ഏതെങ്കിലും ഒരു ഭഗവതി ക്ഷേത്രമാക്കി, ശിവക്ഷേത്രമാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഭദ്രകാളി ക്ഷേത്രമാക്കിയിട്ടൊക്കെ ഇപ്പോൾ മാറ്റപ്പെടുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് നാഗരാജാവ് അനന്തനാണോ വാസുകിയാണോ എന്നുള്ളൊരു ചർച്ച അത് എവിടെയും പോയി നിൽക്കുന്നതല്ല. പിന്നെ ഇത് ഈ ചർച്ചയ്ക്ക് പ്രധാനമായിട്ടും അനന്തനാണ് വാസുകിയാണെന്ന് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം മണ്ണാർശാല, വെട്ടിക്കോട് മുതലായ കാര്യങ്ങൾ, ഇപ്പോൾ വെട്ടിക്കോടുകാർ പൊതുവെ അവർ പറയുന്നത് അവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് അനന്തനാണെന്നുള്ളതാണ്. പക്ഷേ അവിടുത്തെ ആരാധന വൈഷ്ണവമല്ല, ശൈവമായിട്ടുള്ളൊരു ആരാധനയാണ് അവിടെ നടക്കുന്നത്. മണ്ണാർശാലയിലേക്ക് വരുമ്പോൾ അവിടെ വാസുകിയാണ് പ്രധാന പ്രതിഷ്ഠ. അവിടെ ശ്രീലകത്ത് വാസുകിയും അവരുടെ അറയ്ക്കകത്ത് അനന്തനുമാണെന്നുള്ളൊരു സങ്കല്പം അവർക്കുണ്ട്. പക്ഷേ എന്നാൽ പോലും അവിടെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്, ഇപ്പോൾ അവിടുത്തെ ആരാധനയെ പറ്റി പറയാനുള്ള ആധികാരികത അവർക്കാണ്. അവരവിടെ ഏത് ദേവതയാണ്, ഏത് വിധാനത്തിലാണ് ആരാധിക്കുന്നതെന്ന് അവർക്കാണ് അതിൻ്റെ ആധികാരികത പറയാൻ. പക്ഷേ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഈ രണ്ടിടത്തും ആരാധിക്കുന്ന നാഗരാജാവിൻ്റെ രൂപം സമ്പ്രദായ നാഗരാജാവിൻ്റെയാണ്. അതായത് ഭൂതത്തിൻ്റെ പുറത്ത് അഭയവരതം പിടിച്ച് നാഗഭൂഷിതനായിട്ട് പഞ്ചഭണനാഗത്തിൻ്റെ കീഴിൽ ഇരിക്കുന്ന
ഭൂതത്തിൻ്റെ മുകളിലിരിക്കുന്ന നാഗരാജാവാണ്. ഇത് സമ്പ്രദായത്തിലെ നാഗരാജാവാണ്. നമുക്ക് പുരാണങ്ങളിൽ എവിടെയും അനന്തൻ ഇരിക്കുന്നത് ഭൂതത്തിൻ്റെ പുറത്താണ്, ഇല്ലെങ്കിൽ കാലൻ്റെ പുറത്താണ്, ഭൂതരാജാവിൻ്റെ പുറത്താണെന്നുള്ളൊരു സൂചനയില്ല. വാസുകി ഇരിക്കുന്നത് ഭൂതങ്ങളുടെ മുകളിലാണെന്നൊരു സൂചനയില്ല. പക്ഷേ സമ്പ്രദായത്തിലെ നാഗരാജാവ് ഇരിക്കുന്നത്, നാഗരാജാവ്, നാഗേക്ഷി അവരൊക്കെ ഇരിക്കുന്നത് ഭൂതത്തിൻ്റെ പുറത്താണ്. അപ്പം അവിടെ ഇത് അനന്തനാണ്, വാസുകിയാണെന്ന് പറയുമെങ്കിലും ആ രൂപം എന്ന് പറയുന്നത് സമ്പ്രദായ നാഗരാജാവിൻ്റെയാണ്. അപ്പോൾ സമ്പ്രദായത്തിലെ ഈ നാഗരാജാവ് എന്ന് പറഞ്ഞാൽ അത് അനന്തൻ വാസുകി എന്നുള്ള സങ്കല്പമല്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് അനന്തനാണ്, ആദിശേഷനാണെന്ന് പറയാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിപ്പം പുരാണത്തിൽ ഒരു സൂചന എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ കദ്രുവിൻ്റെയും കശ്യപൻ്റെയും മക്കളാണ് സർപ്പങ്ങൾ എന്നുള്ളൊരു ഒരു ഒരു സന്ദേശമാണ് പുരാണം കൊടുക്കുന്നത്. അത് കൂടാതെ നാഗമാതാക്കളെ പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ ആദിശേഷനാണ് ഈ നാഗരാജാവ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദിയിൽ ശേഷിച്ചിരുന്നവനാണ്, അനന്തനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ അവസാനം അവനുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ശരിയാണ്. പക്ഷേ ആ കശ്യപൻ്റെ മക്കളാണ്, ഇല്ലെങ്കിൽ ആ തരത്തിലുള്ള കഥയുമായിട്ട് നമ്മുടെ നാഗരാജ സങ്കല്പങ്ങളൊന്നും ചേർന്ന് പോകുന്നില്ല.